എടി അഞ്ജു, എടി അവിടെ നിക്ക്. നിന്നോട് എനിക്കൊന്ന് അർജന്റായിട്ട് സംസാരിക്കണം. സാധാരണ നമ്മളെപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലമില്ലേ? എന്ത് ഇപ്പോഴോ? യെസ്, റൈറ്റ് നൗ. ഞാനിപ്പോ ഒരു കോൾ ചെയ്തോട്ടെ? അത് വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് മെസ്സേജ്. ഇനി എന്ത് ചെയ്യണമെങ്കിലും കാറിന്റെ അടുത്ത് വന്ന് ചെയ്താൽ മതി. ആക്ച്വലി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതെയോ? എങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞോ. ഞാൻ പറയാൻ പോവാ. ഐ ലവ് യു അമൂല്യ. അമൂല്യ, What the hell is this? ഞങ്ങൾ ഒന്നിക്കാൻ പാടില്ലെന്ന് ഈ യൂണിവേഴ്സ് മൊത്തം തീരുമാനിച്ച പോലെയാണല്ലോ. ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്നെ കിഡ്നാപ്പ് ചെയ്തു. സെക്കൻഡ് ടൈം ധ്രുവ ആണെങ്കിൽ കയറി വന്നു. ഡാം ഇറ്റ്. എനിക്ക് അവളെ എത്ര ഇഷ്ടമാണെന്നറിയോ? എന്നിട്ടെന്താ അവള് വന്നപ്പോ ഞാൻ അവളെ മൈൻഡ് പോലും ചെയ്യാതിരുന്നത്? എല്ലാം എന്റെ ഭാഗത്ത് തെറ്റാ. അവളെ ജോലി റിസൈൻ ചെയ്യാൻ നിന്നപ്പോ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹെർ. ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവള് നാളെ തൊട്ട് ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ ഞാനെങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക? അവളില്ലാതെ ഓഫീസിൽ ഒരു രസം ഉണ്ടാവില്ല. അവളുടെ നോൺസെൻസ്, ദേഷ്യപ്പെടല്, പിന്നെ ആ കുട്ടിക്കളിയും കോമഡിയും എല്ലാം ഞാൻ മിസ് ചെയ്യുമല്ലോ ഈശ്വര. ഞാൻ അവളെ കാണാതെ എങ്ങനെ ഇരിക്കുക? All okay, Siddharth? അഞ്ജുന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാ ഞാൻ. ഓ, എന്നിട്ട് എന്തായി? എല്ലാം ശരിയായോ? ഏത് സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുത്താൽ സെക്കൻഡ് ഇയറിൽ 100% റിസൾട്ട് വരുമെന്ന് ഞങ്ങളുടെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കില്ല. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഈ കുട്ടിക്ക് ഇവിടെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല. ഈ വിഷയത്തില് നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ചെറിയ കോളേജിൽ കൊണ്ടുപോയി ഈ കുട്ടിയെ ചേർക്കൂ. ഇതാ സംഭവിച്ചത്. What? How can they say that? എനിക്കും അത് മനസ്സിലായില്ല വേദാന്ത്. ബട്ട് വേദാന്ത് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നത്. This is not fine, Siddharth. അഞ്ജു ഇതെങ്ങനെ ഫേസ് ചെയ്തു? അവൾക്ക് ഒരുപാട് വിഷമായി വേദാന്ത്. അവളാകെ അപ്സെറ്റ് ആയിരിക്കുക. എന്റെ കാര്യത്തിലാണെങ്കിലും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നോ വെരി സിദ്ധാർത്ഥ്. ദൈവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി ശരിയാക്കി തരൂ. നീ ഡിറ്റോ അമൂല്യ പോലെ സംസാരിക്കണോ? മുതിക്കോട് ചോദിക്കാതെയും പറയാതെയാ ഈ വഴി വന്ന്. അവള് പറഞ്ഞതുപോലെ ഈ റോഡിൽ കൂടെ വരുന്നത് അത്ര സേഫ് അല്ല. വീട്ടിലിരിക്കാന്ന് വിചാരിച്ച എത്ര ദിവസമാ ഡാൻസ് പ്രാക്ടീസ് ഇല്ലാതിരിക്കുന്നത്. ഈ റോഡ് വീടിന്റെ അടുത്തൂടെ ഉള്ളതായോണ്ടാ ഈ റോഡിൽ കൂടെ വന്ന്. പക്ഷെ ഈ റോഡിലാണെങ്കിൽ ഇപ്പൊ മുഴുവൻ വായി നോക്കികളാണല്ലോ. അയ്യോ, പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നല്ലൊരു വീട്ടിലെ കൊച്ച. ഞാൻ അറിയാതെ ഇതുവഴി വന്നു പോയത്. പ്ലീസ് എന്നെ ഒന്ന് വിട്. നിനക്ക് തീരെ ബോധമില്ലേ? ധ്രുവ് മേനോൻ, താങ്ക് ഗോഡ്. മരുഭൂമിയില് മരുപ്പച്ച കണ്ട പോലെയായി. അതെന്തിനാ അത്രയും പേടിച്ചത്?
ഇത് തീരെ ആളില്ലാത്ത സ്ഥലമാ. അത് മാത്രമല്ല ഇതുവഴി പോയ ആൾക്കാർ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് പോയി. അപ്പൊ എനിക്ക് പേടിയായത്. ഭൂതം തന്നെ ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ പിന്നെ പാവം ജനങ്ങളുടെ അവസ്ഥ എന്താവും? എന്താ പറഞ്ഞേ? ഞാനിവിടെ ഉണ്ടല്ലോ ഒന്ന്. അതുപോട്ടെ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ ഈ റോഡിലൂടെയാ സ്റ്റഡി സെന്ററിലേക്ക് പോകുന്നേ. ഇനി ലേറ്റ് ആവുകയാണെ ഒരു മിസ് കോൾ തന്നാ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, ഒറ്റയ്ക്ക് പോകണ്ട. താങ്ക്സ് ഫോർ ദി കൺസേൺ. ഇതിന് മാത്രം ഒരു കുറവില്ല. ശരിക്കും വട്ടവന് കള്ള ചെറുക്കൻ. എന്തൊക്കെയാ കാണിച്ചത്? ഇറിറ്റേറ്റിംഗ്. അല്ല, ഒരു വാക്ക് നീ റിസൈൻ ചെയ്യണ്ട, നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു അവന്? അഹങ്കാരം അവന്. ഇവള് റെസിഗ്നേഷൻ ചെയ്തു പോവാൻ ഇപ്പൊ എന്തുണ്ടായി? 100 പ്രാവശ്യം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എഴുന്നള്ളിക്കൂലോ അവള്. ട്രൂ ഫ്രണ്ട്സ് ഇങ്ങനെയാണോ? എന്ത് പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കുന്നവരല്ലേ ഫ്രണ്ട്സ്? ഇപ്പോഴും അവൻ എന്നെ അറിയില്ലേ? ഇന്നൊന്നിലെ കാണാൻ തുടങ്ങിയതാണോ? ഞാൻ ഇതുപോലെ ദേഷ്യം വന്നപ്പോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ച എന്തായിരുന്നു അവന് കുഴപ്പം? അല്ല, ഇത്രയും ദിവസത്തെ പരിചയം എന്നോട് ഉണ്ടായിട്ടും എന്നെ അവൻ മനസ്സിലാക്കാതെ പോയില്ലേ? ഞാൻ എങ്ങനെയാന്ന് നമുക്ക് നന്നായി അറിയാം. 1 വർഷത്തിന്റെ മേലെയായി ഇപ്പോ ഞങ്ങള് പരിചയപ്പെട്ടിട്ട്. പക്ഷെ അതുകൊണ്ട് നോ യൂസ്. എന്നെ അവള് തീരെ മനസ്സിലാക്കിയിട്ടില്ലേ? അതോ ഞാൻ അവളെയാണോ മനസ്സിലാക്കാത്തത്? എന്തായാലും റിസൈൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരു കാരണവും ഇല്ല. ഓഹ്, ഇനി അവനെ കാണാൻ പോകുന്നത് ശരിയല്ല. ഈ ഗ്യാപ്പിൽ ഞാൻ എങ്ങനെ അവനൊന്ന് കാണാ? ഇനി എപ്പോഴാണാവോ കാണാൻ പറ്റുക? അല്ല, അവനും ഈ വീട്ടിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞല്ലേ പോയത്? യോ, ഇത് വലിയ കഷ്ടമായല്ലോ. അവൾ ഓഫീസിലേക്കും വരില്ല, ഞാൻ അവളുടെ വീട്ടിലേക്കും പോവില്ല. Damn it. ഇനി ആ കഴുതയെ ഞാൻ എപ്പോ കാണും? അമ്മോ, അമ്മോ, ആദ്യം ഫോൺ ചെയ്തിരുന്നല്ലോ. ഡോക്ടർ അവളോട് റെസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്നോട് മോളെ പറയാഞ്ഞേ? ഓ, പറഞ്ഞായിരുന്നു അമ്മേ. ഞാൻ എന്തോ ടെൻഷനിൽ അമ്മയോട് പറയാൻ മറന്നുപോയി. പാവം മോളത് ബേജാറാകുന്നു, ആകെക്കൂടി ടെൻഷൻ ആകുന്നു. ആണോ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാന്ന് പറ. നിന്നെ പറഞ്ഞു വിടാനേ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. എങ്ങനെയാണേലും നിന്റെ നാത്തൂനല്ലേ, വിളിച്ചെന്തെങ്കിലും സഹായം ചെയ്യിക്കൂന്ന് പറഞ്ഞവള്. നിനക്കിപ്പോ ജോലിയൊന്നും ഇല്ലല്ലോ. പുതിയ ജോലി കിട്ടുന്നവരെ അവിടെ പോയിരിക്കുവോ മോളെ നീയെ? എന്റെ മനസ്സിലുള്ള കാര്യം എന്റെ ദൈവത്തിന് ഇത്രയും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഏ അമ്മു, നിന്നോടാ ചോദിക്കുന്നേ പോകാൻ പറ്റുമോന്ന്? ആ അമ്മ, ഞാൻ പോകാം. ചേച്ചി ഈ സമയത്തൊന്നും സഹായിച്ചില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. ഉറപ്പായിട്ടും പോവാമേ. എനിക്കറിയായിരുന്നു നിനക്ക് പോകാൻ സമ്മതമായിരിക്കുമെന്ന്. എന്റെ മുത്തുമണിയല്ലോ ഉമ്മ. താങ്ക് യു ദൈവമേ. വിക്കി, എഴുന്നേക്ക്. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാവോ? ഓഫീസിലേക്ക് പോവണ്ടേ? ഇന്നതിന് ഓഫീസിലേക്ക് പോയാലല്ലേ? അപ്പൊ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ? ചേട്ടൻ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നില്ല. ഓഫീസിൽ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെയും ഇതുപോലൊക്കെ മുന്നോട്ട് പോകും. സോ ഞാൻ പോകാത്ത നല്ലത്. എന്തുകൊണ്ട് സംസാരിക്കാത്തെ? ഇന്നലെ ഏട്ടത്തിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ശരിയായിട്ടുണ്ട്. വെറുതെ ഡ്രാമ കളിക്കാൻ നിൽക്കരുതേ. നീ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ആരതി? അവള് പ്രഗ്നന്റ് ആണെന്നുള്ള അവസരം ഉപയോഗിച്ച് അവളുടെ കാര്യം റെഡിയാക്കി. എന്നാ ഞാനെന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു പറഞ്ഞ് ചുമ്മാ കുത്തിയിരിക്കാൻ പറ്റുമോ? പോയി ചേട്ടനോട് സംസാരിക്കാൻ നോക്ക്. അതെല്ലാം കഴിഞ്ഞതാരതി. ഞാൻ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവുന്നില്ല. ശരി, ഏട്ടന്റെ കാര്യത്തിൽ വെറുതെ തല ചൂടാക്കാൻ നിൽക്കണ്ട. ഏട്ടനെ അത്രയേറെ വിക്കിയെ ഇഷ്ടായതുകൊണ്ട് ഒരുപാട് നേരൊന്നും വിക്കിയോട് അവർക്ക് ദേഷ്യപ്പെട്ട് നിൽക്കാനാവില്ല. ഇപ്പൊ എല്ലാവരും അവരവരുടെ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഭർത്താവായിട്ട് സിൻസിയറായിട്ട് എനിക്ക് എന്റെ ഭാര്യനൊന്ന് ഉമ്മ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നും വേണമെന്നില്ല. ഇപ്പൊ ഈ വീട്ടിലെ മരുമോൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അടുപ്പിൽ ടൊമാറ്റോ കറി ഇരുന്ന് തിളച്ചോണ്ടിരിക്കുക. ഇനിയും ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലേ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. നീ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ ഭാര്യയെ.
ദിസ് ഇസ് നോട്ട് ഫെയർ. ഞാൻ വിക്കി മനസ്സിലാക്കിയിട്ടില്ലേ? എന്തിനാ വിക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ? ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ അടുപ്പത്തും വെച്ചിട്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. അല്ല, നീ എന്ത് അൺറൊമാൻറ്റിക്കാ കൊച്ചേ. ഞാനെന്തോ നിന്നെ കുറച്ചു നേരം കൂടി അടുത്തിരുത്താനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ അവിടെ ടൊമാറ്റോ വെള്ളത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആ, ഇതിനൊരു കുറവില്ലല്ലേ? ഞാനേ ഈ ചിരിയിലാ വീണത്. വീട്ടിലാണെങ്കിൽ പ്രൈവസിയും ഇല്ല. എന്നാ പിന്നെ ഒരു ലോങ് ഡ്രൈവ് പോയാലോ? പെട്ടെന്ന് റെഡിയാവും. ലോങ് ഡ്രൈവോ? ഇന്നോ? ഇല്ല, നിനക്ക് വയസ്സായി പല്ലെല്ലാം പോയിട്ട് സോഡാ ഗ്ലാസും വെച്ചിട്ട് കൈയെല്ലാം മടങ്ങി നട്ടിലെല്ലാം വളഞ്ഞിട്ട് ഇങ്ങനെ ദിനോസറിനെ പോലെ ആയിട്ട് കാല് കുത്തി നടക്കാൻ പോലും പറ്റാതെ പോവാൻ ചേട്ടാ അങ്ങനെ പറയണോ? പറയുന്നത് കേക്ക്, ഇപ്പൊ തന്നെ നമുക്ക് പോവാം. നീ നോന്ന് പറയാൻ ഒരു ചാൻസും ഇല്ല. ഇനി നോ പറഞ്ഞാല് ഞാൻ കേൾക്കുമില്ല. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച ജുവല്ലറിയിൽ പോയ സമയത്ത് നിനക്ക് ഞാനൊരു ഡയമണ്ടിന്റെ മാല മേടിച്ചെന്നില്ലേ? അതിട്ടിട്ട് വരും. അത് നിനക്ക് നന്നായിട്ട് ചേരും. അതിഥി എന്തോ ഡാൻസ് വീഡിയോ ചെയ്യുന്നില്ലേ? അതിന് ആഭരണം വേണമെന്ന് പറഞ്ഞിരുന്നു. വിക്കി എനിക്കൊരു ഡയമണ്ട് സെറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് നീ പോകുമ്പോ കൊണ്ടുപോയിക്കോ. ദോശ നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. ഞാനും ഉണ്ടാക്കി. അല്ല, അമ്മ തന്നെ ഉണ്ടാക്കി. അമ്മു, നീയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. ആദിയുടെ വീട്ടിൽ പോവാൻ ലേറ്റ് ആവില്ലേ ഇനിയും? അത് ആദ്യ ചേച്ചിക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് ഞാനൊന്ന് അവിടെ വരെ പോവാ. സുഖമില്ലേ? ആദിക്ക് എന്ത് പറ്റി? അത് ഞാൻ അവളോട് സംസാരിച്ചിരുന്നു കണ്ണാ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട മോനെ. അവള് ഗർഭിണി പെണ്ണല്ലേ, ക്ഷീണം കാണും കുറച്ചൊക്കെ. ഛേ, ഞാൻ എന്തൊരു ഹതഭാഗ്യനാ. എന്റെ അനിയത്തിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിനക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും അവൾക്ക് സുഖമാകുമ്പോൾ സാഹചര്യം അനുസരിച്ച് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ നിനക്ക് അവളെ നന്നായിട്ട് നോക്കാൻ പറ്റും. നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല അങ്കിൾ. എന്തിനാ മോനെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ? ഒരു വലിയ ഭാരം എന്റെ മേലുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഇടം തന്നില്ലേ? ഞാൻ ആരാണെന്ന് അറിയാതെ തന്നെ താമസിക്കാൻ അനുവദിച്ചില്ലേ? അത് മാത്രമല്ല, ഇപ്പോ എന്റെ കൂടെ നിൽക്കുന്നു. ഞാൻ എല്ലാ കാര്യവും മറച്ചു വെച്ചെന്ന് നിങ്ങളാരും പരാതി പറഞ്ഞതുമില്ല. എന്നെപ്പോലൊരാൾക്ക് ഇതിൽ കൂടുതൽ വേറെ എന്ത് ഭാഗ്യമാ കിട്ടാനുള്ളത്? ഇതുപോലൊരു വീട്, നിങ്ങളെപ്പോലെ നല്ല മനുഷ്യർ, ഇതൊന്നും വേറെ എവിടെയും കാണാൻ പറ്റില്ല. ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തെന്ന് പറ. നല്ല കാര്യമായിരുന്നെങ്കില് നിന്നോട് ഞാൻ മറച്ചു വെക്കുമായിരുന്നു മോനെ. മനസ്സിന് സങ്കടമുള്ള കാര്യം വേണ്ട. നിന്നോട് ഞാൻ പറയാഞ്ഞ എല്ലാവരുടെയും ജീവിതത്തില് ഒന്നല്ലെങ്കിൽ മറ്റൊരു സങ്കടങ്ങള് ഉണ്ടാകില്ല മോനെ. അതുമല്ലാതെ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ തന്നെയാ. ആരെങ്കിലും ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്ന കണ്ടാല് അത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോണം. എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല അമ്മേ. ആദ്യ, ഇന്നു മുതൽ നിന്നെ കെയർ ചെയ്യാൻ വേണ്ടി പുതിയൊരു നേഴ്സ് വരുന്നുണ്ട്. നിന്റെ ചേട്ടനെ ഏർപ്പാടാക്കിയത്. അവനോട് ആര് പറഞ്ഞു അന്വേഷിക്കാൻ? എനിക്ക് നേഴ്സൊന്നും വേണ്ട. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കൊന്നും വേണ്ട. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് തന്നെയാ ഇങ്ങനൊരു വഴി കണ്ടെത്തിയത്. എന്നാൽ ആ വഴി കണ്ടത് എനിക്ക് വേണ്ടിയല്ലേ? എന്നോട് എന്താ ചോദിക്കാതിരുന്നേ? എനിക്ക് നേഴ്സ് വേണ്ട. നീ ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ പറയുന്ന കേട്ടാ മാത്രം മതി.